നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോട് വളരെ വിനയത്തോട് വന്ദനം അറിയിക്കുന്നു. പുതുതായി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഓർക്കുന്ന പോലെ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. ഇന്ന് രാത്രിയിലെ വചനധ്യാനത്തിനായി കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 Corinthians chapter 9 verses 24 to 27. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവിനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാം വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്ന പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 9-ാം അധ്യായം 23-ാം വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നു. ഇന്നത്തെ വേദഭാഗം വായിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നാം. കാരണം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു വ്യത്യാസമുള്ള വിഷയമാണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് നേരത്തെ നമ്മൾ ഈ 9-ാം അധ്യായത്തിൽ മുൻപ് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്താ എന്ന് ചോദിച്ചാൽ, കൊരിന്ത വിശ്വാസികൾ മറ്റുള്ളവരെ വിമർശിച്ചും കുറ്റം പറഞ്ഞും താഴ്ത്തിക്കെട്ടിയും ഒക്കെ അവരുടെ ക്രിസ്തീയ ജീവിതം ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ താൻ കൊടുത്തു. തന്നെയും വിമർശിക്കുകയാണ്. താൻ അപ്പോസ്തലനല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയാണ്. അതിനുള്ള മറുപടിയൊക്കെ ശാന്തമായി താൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നല്ലൊരു ബുദ്ധി ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. അവരോട് പറയാണ്, നമ്മള് ക്രിസ്തീയ ഓട്ടത്തിലാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. അവിടെ നമുക്ക് ഓടി തീർക്കുവാനായിട്ട് ധാരാളം കാര്യങ്ങൾ, ധാരാളം സ്പേസ് ഉണ്ട്. അത് ലക്ഷ്യബോധത്തോടെ ഓടി തീർക്കുക, വിരുദ് പ്രാപിക്കുവാൻ, പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം ഓട്ടം, ക്രിസ്തീയ ഓട്ടം ഓടുവാൻ താൻ അവരെ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കൊരിന്തിലുള്ള പ്രസിദ്ധമായ ഒരു ഓട്ടക്കളത്തെ അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അനേകരും വന്ന് അവിടെ ഓടുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രമേ സമ്മാനം വാങ്ങിക്കുന്നുള്ളൂ എന്ന് 24-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ, വിരുദ് അഥവാ പ്രതിഫലം ലഭിക്കത്തക്കവണ്ണം ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നവരെ ഓർപ്പിക്കുകയാണ്. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ലക്ഷ്യമില്ലാതെ അല്ല, ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്, വിരുദ് പ്രാപിക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഓടിക്കൊണ്ട് ഇരിക്കുന്നത്. എന്നിട്ട് 27-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഉപദേശിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടണം, വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയോഗ്യനായി പോകാതിരിക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് എന്ന് പറയാണ്. ഇതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ആലോചനകൾ മുഴുവൻ ചിന്തിക്കാനായിട്ടുള്ള സമയം ഇല്ല. കാരണം ഒരുപാട് ആശയങ്ങൾ ഈ ഭാഗത്തുണ്ട്. വേണമെങ്കിൽ അല്ല 4-5 ക്ലാസ് എടുക്കാനുള്ള വിഷയങ്ങൾ ഈ ഭാഗത്തുണ്ട്.
എങ്കിലും നമ്മൾ 2 ക്ലാസ് ആയിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു മുഖവുരയും അത്യാവശ്യം ചില കാര്യങ്ങൾ പറയുകയും അടുത്ത ആഴ്ച അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചില കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, കൊരിന്ത്യരോട് സംസാരിക്കുകയാണ്. അവരെ കൊരിന്തിലുള്ള വലിയൊരു ഓട്ടക്കളത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഓട്ടക്കളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഗ്രീസിലുള്ള ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഗ്രീസ് എന്ന രാജ്യത്തിന് 2 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഒന്ന് മാസിഡോണിയ അഥവാ മക്കതോന്യ, മറ്റൊന്ന് അഖായ. അഖായയിലുള്ള സ്ഥലമാണ് കൊരിന്ത്. കൊരിന്തിൽ ലോകപ്രസിദ്ധമായ ഒരു മത്സര വേദിയുണ്ട്. മത്സര ഓട്ടക്കളം ഓടുകയും ഗുസ്തി പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, വളരെ വിശാലമായ. ആ സ്ഥലത്തിന്റെ പേര് ഇസ്തിമിയ എന്നാണ്. ഇസ്തിമിയ എന്ന് പറയുന്ന സ്ഥലം 2 വർഷത്തിൽ ഒരിക്കൽ അവിടെ ഈ മത്സരങ്ങൾ നടക്കും. ഓട്ടം മാത്രമല്ല, പ്രധാനമായിട്ട് ഓട്ട മത്സരം, പിന്നെ ഗുസ്തി മത്സരമുണ്ട്, മറ്റു പല മത്സരങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ 2 മത്സരത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 വർഷത്തിൽ ഒരിക്കൽ അവിടെ നടക്കുമ്പോൾ വലിയ ജനക്കൂട്ടമാണ്. ധാരാളം പേര് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശീലനമൊക്കെ കഴിഞ്ഞ് ഓടാനായിട്ട് വരും. ആ ദേശത്തുള്ളവരെല്ലാം വലിയ ക്രൗഡ് കാണികളായിട്ടുണ്ടാവും. കൊരിന്തിലുള്ളവരൊക്കെ സംബന്ധിക്കും. പ്രത്യേകിച്ച് വിശ്വാസികളും, നമുക്കറിയാമല്ലോ, അവർ വിശ്വാസികളാകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും സംബന്ധിച്ചിട്ടുണ്ട്. വിശ്വാസികളും കളികളൊക്കെ കാണാൻ പോവുക സ്വാഭാവികമാണല്ലോ. ക്രിക്കറ്റ് ആയാലും വോളിബോൾ ആയാലും മറ്റു കളികളൊക്കെ നമ്മുടെ നാട്ടിലും കാണുന്ന രീതിയുണ്ട്. അതുപോലെ ഇവരിത് കണ്ട് വളരെ പരിചയമുള്ളവരാണ്. അപ്പൊ അവിടെ അനേകർ വന്ന് ഓടും. ഇവിടെ ഓട്ടത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേർ ഓടുമെങ്കിലും അന്നത്തെ കാലത്ത് ഒരാൾക്ക് മാത്രമേ സമ്മാനം കൊടുക്കത്തുള്ളൂ. എല്ലാവരും ഓടുന്നു. ഒരുപാട് പേര് വളരെ പരിശീലനമൊക്കെ നടത്തി വളരെ അധികം തങ്ങളെ തന്നെ നിയന്ത്രിച്ച് ഒക്കെ വന്ന് അവിടെ ഓടിയാൽ ആദ്യം എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ സമ്മാനം. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം 3 പേർക്ക് സമ്മാനം കിട്ടും. സ്വർണം, വെള്ളി, വെങ്കലം. അന്ന് ഒറ്റ ഒരാൾക്കേ ഉള്ളൂ സമ്മാനം. എന്താണ് സമ്മാനം എന്ന് ചോദിച്ചാൽ, മുന്നിൽ ഓടിയെത്തുന്ന ആളിന് സമ്മാനം കൊടുക്കുന്നത് ഒരു കിരീടമാണ് കൊടുക്കുന്നത്. ആ കിരീടം ഉണ്ടാക്കുന്നത് തളിരിലകൾ വെച്ചാണ്. മിക്കവാറും അത് ഒലിവിന്റെ തളിരിലയായിരിക്കും, അല്ലെങ്കിൽ പൈൻമരം. അവിടെ ധാരാളം പൈൻമരങ്ങൾ ഉള്ള സ്ഥലമാണ്. പൈൻ മരത്തിന്റെ തളിരിലകളാകാം. ചിലപ്പോൾ ചില പൂക്കളും ഒക്കെ ആ ഇലകളോടൊപ്പം പൂക്കളും കൂടെ അതിൽ വെച്ചിരിക്കും. അതുകൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം ഈ വിൻ ചെയ്ത ആളിന്റെ, മുന്നിൽ ഓടിയെത്തിയ ആളിന്റെ തലയിൽ വെക്കും. തലയിൽ വെച്ചിട്ട് അദ്ദേഹത്തെയും കൊണ്ട് ഒരു പട്ടണം ചുറ്റി ഒരു പ്രദക്ഷിണമുണ്ട്. അദ്ദേഹത്തെ വളരെ മുൻപിൽ നിർത്തി പിമ്പിൽ ധാരാളം പേര് അണിനിരന്ന് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പാട്ടോ ചില സ്ലോഗൻസും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ആയിട്ട് ഇദ്ദേഹവുമായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ സമയം ആ പട്ടണമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ ഒരു അവസരമൊക്കെ ലഭിച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ കിരീടം വാടിയിരിക്കും, ഫെയ്ഡായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വാടുന്ന കിരീടമാണ് ഇവിടെ ഓടുന്നവർക്ക്, ഇസ്തിമയിൽ ഓടുന്നവർക്ക് ലഭിക്കുന്നത്. ഇത് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ധാരാളമായിട്ട് ഇത് കണ്ടിട്ടുള്ളതാണ്. അവിടെ ഒരുപാട് പേര് വന്ന് ഓടുന്നുണ്ട്. അവർ ഓടിയിട്ട് അവർക്ക് അനേകർ ഓടും, പക്ഷെ ഏറ്റവും മുന്നിലെത്തുന്ന ഒരാൾക്കേ ഉള്ളൂ സമ്മാനം. ആ സമ്മാനം വളരെ പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു സമ്മാനമാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ അഥവാ ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ നമ്മൾ ഓടിയാൽ, അധ്വാനിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് വാടുന്നതല്ല, വാടാത്ത കിരീടങ്ങളാണ് ലഭിക്കുന്നത് എന്നവരെ ഓർപ്പിച്ചുകൊണ്ട് വാടാത്ത കിരീടത്തിന് വേണ്ടി നിങ്ങൾ ഓടണം എന്ന് ബുദ്ധി ഉപദേശം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചില വാക്യങ്ങൾ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ചില വാക്യങ്ങൾ ഞാൻ പറയും, ചില വാക്യങ്ങൾ വായിക്കുകയും ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളവുമായി താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനാണ്. ഏതാണ്ട് 8ഓളം വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളമായി ബന്ധിപ്പിച്ചുകൊണ്ട്. ഓട്ടം ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ ഓട്ടം ആരംഭിക്കുന്നു. ആ ഓട്ടം അവസാനിക്കുന്നത് ഒന്നിൽ തന്റെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. അതുവരെയും ഓടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഓട്ടക്കുളവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 8 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യം നമ്മൾ ഈ 8 വാക്യവും ഒന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. അത് ഒന്ന് പറഞ്ഞ് വായിച്ച് ഒന്ന് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം നമുക്ക് 24-ാം വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? മതി. അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് അറിയാൻ വയ്യായോ? നിങ്ങൾ കാണുന്ന കാര്യമല്ലേ? ഒരുപാട് പേർ ഓടുന്നുണ്ട്, പക്ഷെ ഒരാൾക്കേ കിട്ടുന്നുള്ളൂ. അവർക്കെല്ലാം അറിയാം ഒരാൾക്കേ കിട്ടത്തുള്ളെന്ന്. പക്ഷെ എന്നാലും എല്ലാവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു, ഉത്സാഹിക്കുന്നു, സന്തോഷത്തോടെ അതിൽ വന്ന് സംബന്ധിക്കുന്നു. അങ്ങനെ ഓടി കിട്ടുന്നതോ നാളുകളോളം പരിശ്രമിച്ചു, ഒരർത്ഥത്തിൽ വേണമെങ്കിൽ 2 വർഷത്തോളം അധ്വാനിച്ച ശേഷമായിരിക്കും, പരിശീലിച്ച ശേഷമായിരിക്കും വരുന്നത്. കേവലം വാടുന്ന ഒരു കിരീടത്തിന് വേണ്ടി ഇത്രമാത്രം അവർ അധ്വാനിക്കുന്നെങ്കിൽ നിങ്ങൾ വാടാത്ത കിരീടത്തിന് വേണ്ടി, നമ്മൾ ആത്മീയ ഓട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതല്ല, നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം, ലഭിക്കുന്നത് എന്ത് തന്നെയായാലും അതെല്ലാം നിലനിൽക്കുന്നതാണ്, ഒന്നും വാടുന്നതല്ല എന്നവരെ ഓർപ്പിക്കാൻ. അടുത്ത് നമ്മൾ വായിക്കേണ്ടത്, ഞാൻ ക്രമത്തിന് തന്നെ പറയാം, ഗലാത്യർ 2:2. അടുത്ത് വരുന്ന പുസ്തകങ്ങളായിട്ട് തന്നെ ഞാൻ പറയാം. ഗലാത്യർ 2:2. ഞാൻ ശരിയാ. വെളിപ്പാട് അനുസരിച്ച് പോയത്. ഗലാത്യർ 2:2. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അദ്ദേഹം പറയണ, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരുടെ പ്രമാണികളോട് സംസാരിക്കാൻ താൻ തയ്യാറായി. തന്റെ ഓട്ടം വൃഥാവായി പോകരുത്. നമ്മള് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് വൃഥാവായി പോകരുതെന്ന് ഉദ്ദേശിക്കുന്നത് വിരുദു പ്രാപിക്കാൻ ഇടയാകണം, പ്രതിഫലം പ്രാപിക്കാൻ ഇടയാകണം. രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകുന്നുള്ളത് ശരിയാണ്. ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും കർത്താവിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അവരുടെ പ്രമാണിമാരോടും സുവിശേഷം അറിയിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതേ പുസ്തകത്തിന്റെ തന്നെ 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കും. 5:7 ഗലാത്യർ. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? അത്രയും മതി. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം വായിച്ചു പോകാം. ഞാൻ അടുത്തടുത്ത് വരുന്ന പുസ്തകങ്ങളിൽ നിന്നായിരിക്കും പറയുന്നത് എന്ന് ഓർത്തോണം. ഇനി ഗലാത്യർ കഴിഞ്ഞാൽ ഫിലിപ്പിയരായിരിക്കും, ഫിലിപ്പിയർ കഴിഞ്ഞ തീമത്തിയോസ് ആയിരിക്കും. അങ്ങനെ ഓർഡറിൽ തന്നെ പറയാം, അപ്പൊ എളുപ്പം എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ നമ്മൾ വായിച്ച നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഗലാത്യരോട് പറയാണ്, നിങ്ങൾ തുടക്കത്തിൽ നന്നായി ഓടിയിരുന്നു, പക്ഷേ സത്യം അഥവാ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ നിങ്ങളെ ആരാ തടുത്തു കളഞ്ഞത്, തടസ്സപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ പലപ്പോഴും രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ, രക്ഷിക്കപ്പെട്ടതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ആത്മീയ തീഷ്ണതയുള്ളവരാണ്. സുവിശേഷം പറയാൻ, സുവിശേഷ യോഗങ്ങളിൽ സംബന്ധിപ്പാൻ, സുവിശേഷ പ്രവർത്തകരോട് ചേർന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, ആത്മീയ കൂടിവരവുകളൊക്കെ സംബന്ധിപ്പാൻ ഒക്കെ നമ്മൾ വലിയ തീഷ്ണതയുള്ളവരാണ്. അത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പോകെ നമ്മൾ തണുത്തു പോകും. അതിന് ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ വരും, ചില തടസ്സങ്ങളൊക്കെ പലരും കൊണ്ടുവന്നു വരാം, പല പ്രതിസന്ധികളൊക്കെ നമുക്ക് വന്നെന്ന് വരാം. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ക്രിസ്തീയ ഓട്ടം തുടർമാനമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പലതരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പലരും തുടക്കത്തിനേക്കാൾ ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. 2 തരത്തിൽ ഓടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓട്ടക്കളമൊക്കെ ചിലപ്പോൾ ഞാൻ TV ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലര് തുടക്കത്തിൽ ഭയങ്കര സ്പീഡാണ്, അവരായിരിക്കും ഏറ്റവും മുന്നിൽ, പക്ഷെ ക്രമേണ അവർ പുറമോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
കുറെ കഴിയുമ്പോൾ കുറച്ചുകൂടി അവ മുന്നേ തന്നെ ഓടി പിന്നീട് പതുക്കെ 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 പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതി. അത് വലിയ സങ്കടകരമാണ്. നമ്മൾ കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ സങ്കടമായി വരും. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. തുടക്കത്തിൽ ഓടി തുടങ്ങുമ്പോൾ ഓടുന്ന സ്പീഡിനേക്കാൾ നിമിഷം പ്രതി സ്പീഡ് കൂട്ടി 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 ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും അവർ മുന്നിൽ എത്തിക്കഴിയും. അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെ വേണം എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ വലിയ സ്പീഡ് കാണിക്കും, പിന്നീട് നിന്നു പോകുന്ന ആ ഒരു രീതി വരാതെ പകരം നമ്മൾ തുടക്കം നന്നായിരിക്കണം, അത് സ്പീഡ് കൂടി കൂടി വരണം. ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓട്ടത്തിന്റെ സ്പീഡ് കൊണ്ടണം. അല്ലെങ്കിൽ ആത്മീയ ജീവിതം അനുഗ്രഹമായി കുറെ കൂടെ മനോഹരമാക്കി, കുറെ കൂടെ മഹത്വകരമാക്കി, ദൈവത്തിന് ഹിതകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, തടസ്സങ്ങളൊക്കെ വരും. പലരും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തടസ്സപ്പെടുത്താനുള്ള ആത്മീയ ജീവിതം, ആത്മീയ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പിശാചിനാൽ പലരും പ്രചോദിതരായി അങ്ങനെ വന്നെന്ന് വരാം. പക്ഷെ അതൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഫിലിപ്പിയർ ലേഖനം 2:16. ഫിലിപ്പിയർ 2:16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാവും. നമ്മള് ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ഞാൻ അത് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു അധ്വാനമാണ്, ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. ലളിതമായ ഒരു പ്രവർത്തനമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. പലപ്പോഴും സുവിശേഷ വേല എന്നൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടം സുവിശേഷ പ്രയത്നം എന്ന് പറയാനാണ്. നമ്മളത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ ഓർപ്പിക്കുകയും ചെയ്യാറുള്ളതാണ്. അതായത് വിയർപ്പും കണ്ണുനീരും ഇല്ലാത്ത പ്രവർത്തനമല്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകും. കാരണം എൻ്റെ ജീവിതാനുഭവം അതാണ്, എനിക്കതാണ് ഇഷ്ടം. വിയർപ്പും കണ്ണുനീരും, നമ്മൾ വളരെ കണ്ണുനീരൊഴുക്കിയ ശേഷം ഇറങ്ങി പയനിയർ വർക്കറായി ഇറങ്ങി വെർജിൻ ഏരിയകളിലേക്ക് ചെന്ന് നമ്മൾ വിയർപ്പൊഴുക്കി പ്രവർത്തിക്കുമ്പോഴാണത് അനുഗ്രഹമായി തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ഒരിക്കലൊക്കെ ചെന്നത് അതൊരു വെർജിൻ ഏരിയ ആയിരുന്നു. ഒരിക്കലും ആരും പ്രവർത്തിച്ചിട്ടില്ലാത്ത, സുവിശേഷം എത്തിയിട്ടില്ലാത്ത, അത് വളരെ കഠിനമാണ് ആ പ്രവർത്തനം. പക്ഷെ അവിടെ പ്രവർത്തിച്ചൊരു സ്ഥലസഭ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷിക്കാൻ, നമ്മളെ ഹൃദയത്തിൽ സന്തോഷിക്കാൻ വകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അത് അനേക പ്രതിഫലങ്ങൾ വാങ്ങാനുള്ള കാരണവുമായി തീരും. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ഇപ്പോഴല്ല മനസ്സിലാകുന്നത്. നമ്മൾ ചെയ്തതിന്റെ ഒക്കെ നമ്മൾ 1 കൊരിന്ത്യർ 3-ാം 10 മുതൽ 15 വരെ പഠിച്ചതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ ഇവിടെ ഒരുപാട് അധ്വാനിച്ചതായി ചിലരെ കാണുമ്പോൾ തോന്നും, അവർ മരവും പുല്ലും വൈക്കോലും ഒക്കെ കൊണ്ട്, അത് വലിപ്പമുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം തീയിലൂടെ കടത്തിലൂടെ വെന്തുപോകുകയും പ്രതിഫലം ഒന്നുമില്ലാത്ത സാഹചര്യം. എന്നാൽ മറ്റു ചിലരാരും കാണുന്നില്ല, ആരുടെയും പ്രത്യക്ഷമായി കാണാത്ത പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലാതെ അങ്ങനെ ഉള്ളതാണ്. അത് വെച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് ചെറുതാണ്, അധികം പേര് കാണുന്നില്ല. പക്ഷേ അതിന്റെ വെണ്മ കൂടുകയും പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ കാര്യം നമ്മൾ ഓർത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊന്നും, നമ്മളിവിടെ അധ്വാനിക്കുന്നതിന്റെ റിസൾട്ട് ഇവിടെയല്ല നമ്മൾ കാണുന്നത്, കർത്താവിന്റെ പ്രത്യക്ഷതയില. ഇനി 3-ാം അധ്യായം 14-ാം വാക്യം, അതേ പുസ്തകം, ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാഗിലേക്ക് ഓടുന്നു. വളരെ മനോഹരമായ വാക്യങ്ങളാണ്. ഒരുപാട് വിശദീകരിക്കേണ്ടത്, ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് അത് വീണ്ടും ആ കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, പിമ്പിലുള്ളത് മറക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നീട് അല്പം കൂടെ വിശാലമായി പഠിക്കാം. പിമ്പിലുള്ളത് ഈ ലോകമാണ് കേട്ടോ. ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കരുതെന്നൊക്കെ ഉള്ളത് നമ്മൾ ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ മറക്കാൻ നമുക്കിടയത്തില്ല. പിൻപിലുള്ളത് മറക്കണം, മുൻപിലുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ കണ്ണിൽ. മുൻപിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, 1-2 അല്ല. സ്വർഗം മാത്രമല്ല, മറ്റനേക അനുഗ്രഹങ്ങളുണ്ടെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. സ്വർഗം മാത്രമല്ല, കർത്താവിനോട് കൂടെ നമ്മൾ പ്രതിഫലം വാങ്ങുന്നു,
കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ചെല്ലുന്നു, പിതാവായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, തൻ്റെ മണവാട്ടിയായി നമ്മൾ മാറുന്നു, ഒരുമിച്ച് തിരിച്ചു ഭൂമിയിലേക്ക് വരുന്നു, ഒരുമിച്ച് ലോകത്തെ ന്യായം വിധിക്കുന്നു, ലോകത്തെ ഭരിക്കുന്നു, തുടങ്ങി ഇങ്ങനെ ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ. അതാണ് നമ്മുടെ മുൻപിലുള്ളത്. എപ്പോഴും നമ്മൾ അതാണ് മുൻപിലുള്ളത് വേണം ഓർക്കാൻ. കർത്താവ് വരുന്നിടം മുതൽ പത്രോസിന്റെ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ നമ്മളത് ഓർത്തു. അവന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളാൻ വായിച്ചത് ഓർക്കുമല്ലോ. അവിടെ മുതലാണ് നമ്മുടെ പൂർണ്ണ പ്രത്യാശയും. എന്നുവെച്ചാൽ 100% അതിനപ്പുറത്ത് ഇപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ട, ഈ ലോകത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ലോകത്തെ മറക്കുക, മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് പരമവിളി, നമ്മുടെ വിളി പരമവിളിയാണ്, വിരുദിനായി പ്രതിഫലങ്ങൾക്കായി മുന്നോട്ട് ഓടുക എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇനി 2 തീമോഥെയോസ് 2:5, 2 തീമോഥെയോസ് 2:5. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതാകിയാൽ കിരീടം പ്രാപിക്കുകയില്ല. മതി, അത്രയും മതി. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അത് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് ഗുസ്തി, റെസ്ലിംഗുമായി ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഗുസ്തി പിടിക്കുമ്പോൾ അത് ഒത്തിരി നിയമങ്ങളുണ്ട്. റെസ്ലിംഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാനും റെസ്ലിംഗ് TV കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി നിയമങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടുള്ള. എല്ലാ നിയമങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ചില നിയമങ്ങളൊക്കെ അതിനുള്ളതായിട്ട് എനിക്കറിയാം. ആ നിയമപ്രകാരം ഗുസ്തി പിടിച്ചെങ്കിൽ മാത്രമേ ഗുസ്തി പിടി ജയിച്ചാൽ സമ്മാനം കിട്ടത്തുള്ളൂ എന്നല്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത് അല്പം വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻ അത്ലറ്റ് ഹു റൺസ് ഇൻ എ റേസ് cannot win the prize unless he obeys the rules എന്നാണ്. അവിടെ ഓട്ടക്കളവുമായി ബന്ധപ്പെട്ടാണ് ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്കും ഉണ്ട് ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓടിയില്ലെങ്കിൽ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചിന്തിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിയമങ്ങൾ, ഓട്ടക്കളത്തിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ക്രിസ്തീയ ഓട്ടക്കളത്തിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഓടുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് ബിരുദ പ്രാപിക്കാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, ഷൈനി എബ്രഹാം. അദ്ദേഹം ആ സ്ത്രീ നല്ല ഓട്ടക്കാരിയാണ്. ഒരിക്കല് ഏത് വർഷമാണെന്നൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി, എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഒരിക്കൽ ഓടി മുന്നിലെത്തി അനൗൺസ്മെന്റ് ചെയ്തു, 1ാം സ്ഥാനത്ത് ഷൈനി എബ്രഹാം എത്തിയിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനൗൺസ്മെന്റ് വന്നു, 1ാമത് എത്തിയത് ശരിയാണ്, ഇടയ്ക്ക് ട്രാക്ക് ഒന്നും മാറി, ലൈനൊന്നും മാറി. അതുകൊണ്ട് ഓർക്കണം, ഫസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, സെക്കൻഡോ തേർഡോ ഒന്നും കിട്ടാതെ പോയി എന്നുള്ളത് നോക്കുക. ഓടുവാനുള്ള നിയമം പാലിച്ച് തന്നെ കൃത്യമായി. ക്രിസ്ത്യ ജീവിതത്തിലെ ഓട്ടത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങള് പാലിച്ചോടിയെങ്കിൽ മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ളൂ എന്ന ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പിന്നീട് ചിന്തിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഇനി 2 തീമോഥെയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി എബ്രായർ 12:1 വായിക്കുന്നത്. 1-2 വാക്കുകൾ ഞാൻ ഇവിടുന്ന് പറയട്ടെ. ഇത് വളരെ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് ആ നാളിൽ കർത്താവ് എനിക്ക് തരും എന്ന് പറയാം. നോക്കുക, എത്ര അഭിമാനത്തോടെ, എത്ര ആത്മസന്തോഷത്തോടെയാണ് കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇവിടെ നമ്മൾ ഓട്ടവുമായി ബന്ധപ്പെട്ടാണ്, ഓട്ടം തികച്ചു, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിവർത്തിച്ചു. ഈ ഓട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെല്ലാം ദൈവം ഓരോ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ കൊണ്ട് ചില ശുശ്രൂഷകൾ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണ്? ദൈവം നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുകയും ദൈവത്തോട് പറ്റിച്ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ ആലോചനയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ തന്നത് എന്തൊക്കെ തന്നോ, എന്തൊക്കെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചോ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ആത്മീയമായിട്ടുള്ളത് ഏൽപ്പിച്ചോ, അതൊക്കെ ചെയ്ത് തീർത്തു എന്നാണ് താൻ ആത്മസന്തോഷത്തോടെ പറയുന്നത്. നമുക്ക് പറയാൻ കഴിയുമോ? ഒരു നിമിഷം ചിന്തിച്ചാൽ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഞാനിവിടെ സങ്കടത്തോടെ ചിലപ്പോൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഇത്
പലപ്പോഴും എന്ത് ശുശ്രൂഷയാ എന്നെ ഏൽപ്പിച്ചെന്ന് പോലും നമ്മൾ ചിലർക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് സങ്കടകരമാണ്. നമുക്കറിയാമോ എന്ത് ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചത് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ വളരെ വിശാലമായി പഠിച്ചിട്ടുണ്ട്. ഏൽപ്പിക്കാത്തതൊന്നും ചെയ്യരുത്. ഏൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ഏൽപ്പിക്കാത്തത് കയറി ചെയ്യുന്നത്. ഏൽപ്പിച്ചത് മതി, പക്ഷെ ഏൽപ്പിച്ചത് അറിയാമോ? ഏതാ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അത് അറിയണം. അത് വൃത്തിയായി പ്രാർത്ഥനയോട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവ സഹായത്തോട് നമ്മളത് ചെയ്തു തീർത്തെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയാം, ഇന്ന് നമുക്ക് എത്ര പേർക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, എത്ര പേർക്ക് തിരിഞ്ഞ് നോക്കി പറയാൻ പറ്റി, അതെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഈ ദിവസം വരെ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്ത് തീർത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ പോലെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് തന്റെ നിര്യാണ കാലത്താണ് ഇത് പറയുന്നത്. തന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നല്ല പോർ വെറുതെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് വ്യസനിക്കാനൊന്നുമില്ല. ഏൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്തു. കർത്താവിന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. കർത്താവ് തക്ക സമയത്ത് എനിക്ക് എന്റെ പ്രതിഫലങ്ങൾ തരും എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പരിചയമുള്ള വാക്യം. ഇനി ഒരു വാക്യം കൂടെയാണുള്ളത്, എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ ഒന്നും അനേക കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അത് നമ്മൾ പിന്നെ ചിന്തിക്കും. ഇപ്പോൾ ഒന്ന് ഓടിച്ച ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അത് 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, 11-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാനോക്ക് തുടങ്ങിയല്ല, ഹാബേൽ തുടങ്ങിയുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക നമ്മൾ കാണുന്നു. അവരെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുകയാണെന്നാ പറയുന്നത്. ഓടിത്തീർത്ത ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി ഓടിയ വിശ്വാസ വീരന്മാരാണ് അവരുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ നമ്മൾ ലക്ഷ്യബോധത്തോടുകൂടെ ഓടണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് പിന്നെയും ചില കാര്യങ്ങളുണ്ട്, നമ്മൾ പിന്നീട് ചിന്തിക്കും. അത് ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ അത് ചിന്തിക്കുന്നതാണ്. എന്റെ ശ്രദ്ധയിൽ ഈ 8 വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ ഞാൻ കണ്ടത്. ഈ 8 വാക്യങ്ങളെ കണ്ടുള്ളൂ. ഇനിയും വേറെയും പുതിയ നിയമത്തിൽ ഒരുപക്ഷെ ഉണ്ടാവാം, എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ 8 വാക്യങ്ങൾ വായിച്ചത്. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം ഒന്ന് പറയുന്നത് നന്നായിരിക്കും. നോക്കുക, നമ്മൾ വായിച്ച കൊരിന്ത് ലേഖനമായാലും ഗലാത്യ ലേഖനമായാലും ഫിലിപ്പ് ലേഖനമായാലും തീമോഥെയോസ് ലേഖനമായാലും ഇതെല്ലാം എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. പിന്നീട് ഈ വിഷയം പരാമർശിച്ചിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് പൗലോസ് ആണ് എബ്രായ ലേഖനം എഴുതിയെന്നുള്ളതിന് ഒരു അഡീഷണൽ തെളിവായിട്ട് കൂടെ അത് ഇരിക്കുന്നു എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഈ നിലയിലാണ് നമുക്ക് അവിടെ ആ വാക്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് ചെറിയ ചില ചിന്തകളാണല്ലോ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഫിലിപ്പിയർ 3:14 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഓടുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ഓടുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ ചിന്തിച്ചു കഴിഞ്ഞാണ്. 2 തീമോഥെയോസ് 4:7 വായിച്ചത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, അഥവാ ഞാൻ ഓടി തീർത്തു എന്നാണ്. അപ്പൊ ഓടുന്നു എന്ന് പറഞ്ഞു, താൻ ഓടി തീർത്തു എന്ന് പറയുന്നു. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് എബ്രായർ 12:1 നിങ്ങളും ഓടുക എന്ന്. എന്ത് ധൈര്യത്തോടെ അത് പറയാൻ കഴിയും? ഓടി തീർത്ത, തന്നെ ഏൽപ്പിച്ചത് ഓടി തീർത്ത ഒരു ദൈവദാസന്റെ ബുദ്ധി ഉപദേശമാണ് നമ്മളോടുള്ളത്. നിങ്ങളും ഓടുക. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, മനഃപൂർവ്വമായി ചെയ്യുക എന്ന് ആ പറയുന്ന മനോഹരമായ ചിന്തകൾ വളരെ നല്ലതാണ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇത് കർത്താവിൽ നിന്ന് താൻ പഠിച്ചതാണ്. കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവ് പ്രസംഗിക്കുന്ന പോലെ പ്രവർത്തിക്കുകയല്ല. ഇത് നിരവധി പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗം പറയുമ്പോൾ ഒന്ന് ഓർപ്പിച്ചു പോകണമല്ലോ. പിന്നെ പുതുതായി നേരത്തെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കേൾക്കണമല്ലോ. കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1:1 വായിക്കുമ്പോൾ, വായിക്കണ്ട, അവിടെ ലൂക്കോസ് ആണല്ലോ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി എഴുതി തുടങ്ങുമ്പോൾ ലൂക്കോസ് പറയുന്നത് നേരത്തെ ഒരു ചരിത്രം എഴുതി, ലൂക്കോസിന്റെ സുവിശേഷം. അവിടെ യേശുക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ചെയ്തത് ഉപദേശിച്ചു. കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു മനോഹരത എന്ന് പറയുന്നത് താൻ ചെയ്തതാണ് പ്രസംഗിക്കുന്നത്. നമ്മള് അഭിമാനത്തോടോ സന്തോഷത്തോടോ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രസംഗിക്കുന്നത് പോലെ ഒരാൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് അഭിനന്ദിക്കാറുണ്ട്. അഭിനന്ദിക്കേണ്ടതാണ്, അത് സന്തോഷത്തോടെ ഓർക്കേണ്ടതാണ്, അവരെ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ കർത്താവ് കാണിച്ചെന്ന മാതൃക അതിനേക്കാളൊക്കെ കുറെ കൂടെ ഗൗരവമുള്ളതാണ്, കുറെ കൂടെ മനോഹരമാണ്. കർത്താവ് ചെയ്തിട്ടുള്ളത് പ്രസംഗിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് താൻ പ്രസംഗിക്കുന്ന, ഉപദേശിക്കുന്നത്. നിരവധി കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാൻ കഴിയും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. താൻ സ്നേഹിച്ചിട്ടാ പറയുന്നത് നിങ്ങൾ സ്നേഹിപ്പിൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. ഇവിടെയും അതുപോലെ തന്നെ കർത്താവിൽ നിന്നാണ് ഇത് പഠിച്ചത്. താൻ ചെയ്തതു, ആദ്യം ചെയ്തു പിന്നെ ഉപദേശിച്ചു. അത് വന്നപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമുണ്ട്. കർത്താവിന്റെ പരസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം ഒരു പ്രസംഗമല്ല, ആദ്യം ഒരു പ്രവൃത്തിയാണ്. കാനാവിൽ പച്ചവെള്ളത്തെ മുന്തിരി നീരാക്കിക്കൊണ്ട് അതിമനോഹരമായ ഒരു പ്രവൃത്തിയോടുകൂടെയാണ് കർത്താവിന്റെ ശുശ്രൂഷ തന്നെ തുടങ്ങുന്നത്. പ്രവൃത്തി പിന്നെ പ്രസംഗം. കർത്താവിന്റെ അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മർക്കോസിന്റെ സുവിശേഷം 6:30. മർക്കോസ് 6:30 ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. മർക്കോസ് 6:30. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്യുന്ന ഉപദേശം എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. മതി. മനോഹരമായ വാക്യം. അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോസ്തലന്മാര് ശുശ്രൂഷകൾക്കായിട്ട് പുറത്തു പോയിട്ട് മടങ്ങി കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവിനോട് പറയാ എന്തൊക്കെയാ അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവർ ചെയ്തതും ഉപദേശിച്ചതും. ഒന്നാമത് പ്രവൃത്തി, ആ പ്രവൃത്തിയോട് ചേർന്ന് ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഒന്നാമത് പ്രവൃത്തി, പിന്നെ ആണ് പ്രസംഗം എന്ന് കാണാൻ കഴിയും. ഇത് അനുഗ്രഹീതമായ ഒരു മാതൃകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ മാതൃകയാണ് പിന്തുടരുന്നത് എന്ന് കാണാൻ കഴിയും. പിന്നെ നമ്മൾ അവരെ കുറിച്ച് വായിച്ചത് കണ്ടല്ലോ. വായിച്ചത് എന്താണ്? അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും സമയം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ആത്മീയ പ്രവർത്തനങ്ങൾ, ഭക്ഷണമൊക്കെ രണ്ടാം സ്ഥാനം ഒന്നും ഒടുവിലത്തെ സ്ഥാനം എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല, ചിലതെന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോ ഓർക്കുക, ഭക്ഷണമൊന്നും അല്ല പ്രശ്നം, ഭക്ഷിപ്പാനൊന്നും അവർക്ക് സമയമില്ല, അതിനൊന്നും പ്രാധാന്യമില്ല. പിന്നെ കർത്താവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അല്പസമയം വേറിട്ട് വന്ന്, അവിടെ ഒരു വാക്കുകൂടെ ചേർത്താൽ നല്ലതാ. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതുകൊണ്ട് എന്റെ അടുക്കൽ വന്ന് വിശ്രമിക്കാനാണ് പറയുന്നത്. എന്റെ അടുക്കൽ വന്നെന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ, പക്ഷെ എന്റെ അടുക്കൽ എന്നാണ് കർത്താവ് പറയുന്നത്. എന്റെ അടുക്കൽ വന്ന്. നമ്മൾ ഓർക്കുക, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട നമ്മള് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശ്രമമില്ല. വിശ്രമിക്കുന്നത് കർത്താവിന്റെ അടുക്കൽ ചെന്ന്. നമ്മൾ എപ്പോൾ വിശ്രമിക്കണമോ അപ്പോൾ നമുക്ക് കർത്താവ് വിശ്രമം തരും. നമ്മളെ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ, അത് സ്ത്രീ ആയാലും കൊള്ളാം, പുരുഷനായാലും കൊള്ളാം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവരുടെ ശുശ്രൂഷ തീരുമ്പോൾ കർത്താവിനെ തൻ്റെ അടുക്കൽ ചേർത്ത് വിശ്രമം കൊടുക്കും, അവർക്ക് ആശ്വാസം കൊടുക്കും എന്ന് കാണാൻ കഴിയും. ആ മനോഹരമായ ചിന്തയും അവിടെ ഉണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്, അപ്പൊ ഒന്ന്, ഓടിയ പൗലോസ് പറയുകയാണ് നമ്മളോട് ഓടാൻ. നമ്മളത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. നമ്മളും ക്രിസ്തീയ ജീവിതത്തിൽ ഉത്സാഹമായി ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി പൗലോസ് അപ്പോസ്തലൻ ഓടുന്നു എന്ന് പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടല്ലോ, ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞം കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് വായിക്കുന്നത്. ഈ ഓടുന്നു എന്ന് പറയുമ്പോൾ താൻ എവിടെയാ? ഫിലിപ്പിയ ലേഖനത്തിൽ താൻ ഓടുന്നു എന്ന് പറയുമ്പോൾ താൻ ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ പറയുന്നത് ഞാൻ ഓടുന്നു എന്നാ പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ പറയണം ഞാൻ ഓടുന്നു. കള്ളം പറയുവാണോ? കള്ളമല്ല. നമ്മൾ ചിന്തിച്ചു ഓടുക എന്നുള്ളത് അക്ഷരപ്രകാരമുള്ള ഓട്ടമല്ല, ആത്മീയ ഓട്ടമാണ്. അത് ആത്മീയ ശുശ്രൂഷകളെയാണ് കാണിക്കുന്നത്.
എന്താണ് താൻ ജയിലിൽ ഓടാൻ പറ്റിയ ഒരു സ്ഥലമാണോ? ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണോ? തികച്ചും പ്രതികൂലമായ ഒരു സ്ഥലമല്ലേ? അവിടെ എന്ത് സുവിശേഷ പ്രവർത്തനമായി ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ വേല ചെയ്യുവാൻ യഥാർത്ഥമായ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്കത് ചെയ്യാൻ കഴിയും. നമുക്ക് സകലവും പ്രതികൂലം എന്ന് തോന്നും. പ്രതികൂലങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ പ്രതികൂല സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെ ജയിലിൽ താൻ ഓടുക എന്ന് പറഞ്ഞത് വാക്കുകളാണത്. ജയിലിൽ കിടന്നുകൊണ്ട് താൻ ആത്മീയ ഓട്ടത്തിലാണ്, ആത്മീയ ശുശ്രൂഷയിലാണെന്ന് കാണാൻ കഴിയും. എന്തൊക്കെയാണ്? ഒന്ന്, ലേഖനങ്ങൾ 4 എഴുതിയത്. ഫിലിപ്പ്യ ലേഖനവും, ഫിലമോനുള്ള ലേഖനവും, എഫേസ്യ ലേഖനവും, കൊലോസ്യ ലേഖനവും, ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. ഇതൊക്കെ ജയിലിൽ കിടന്നുകൊണ്ടായി എഴുതിയത്. ഈസിയായിട്ട് ചിന്തിക്കത്തില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഒരു കത്തെഴുതിയാൽ അതിന് പ്രോപ്പറായിട്ട് മറുപടി എഴുതുന്നവരല്ലല്ലോ നമ്മൾ. എഴുതാനായിട്ട് നമുക്ക് മടിയാണ്, നമുക്ക് അത് എഴുതാൻ മടിയാണ്. ഇപ്പൊ കത്തെഴുത്തില്ല, മെസ്സേജ് അയക്കുകയാണ്. അത് മെസ്സേജൊക്കെ SMS ആണല്ലോ, ഷോർട്ട് മെസ്സേജുകളാണല്ലോ. അതുപോലെ ഒരു മെസ്സേജ് നമുക്ക് അയച്ചാൽ അതിന് മറുപടി അയക്കാൻ ഷോർട്ട് 2-3 വാചകം എഴുതിയാൽ മതി, പല വാക്കുകൾ എഴുതിയാൽ മതി. അതുപോലെ നമ്മൾ മടിക്കുന്നവരല്ലേ. ആ സ്ഥാനത്ത് ജയിലിൽ കിടന്നുകൊണ്ട്, ജയിലിൽ എഴുതാനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത്? എഴുതാൻ അനുകൂലമായ സാഹചര്യം, ഇരിക്കാൻ ഒരു ഇരിപ്പിടമുണ്ടോ? വെച്ചെഴുതാൻ ഒരു സ്ഥലമുണ്ടോ? എഴുതാൻ ഒരു നല്ല പേപ്പർ ഉണ്ടോ? എഴുതാൻ പറ്റുന്ന പേനയുണ്ടോ? അന്നത്തെ പേനയെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിച്ച സമയം ഞാൻ കളയുന്നില്ല. ഇന്നത്തെ പേന പോലൊന്നും അല്ല. മഷി മുക്കി എഴുതുന്ന തൂവലിൽ കൊണ്ടുള്ള പേന, അത് മഷി മുക്കി ഒരക്ഷരം എഴുതുമ്പോൾ അത് ഫില്ലായിരിക്കും, രണ്ടാമത്തെ അക്ഷരം ഒരുമാതിരി തെളിയും, മൂന്നാമത്തേന് മഷി കാണത്തില്ല, പിന്നെയും മുക്കി. എന്തു പാട്! ഓരോ അക്ഷരം എഴുതുവാൻ എന്തു പാടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് താൻ എഴുതിയെന്ന് പറയുമ്പോൾ ജയിലിൽ താൻ ഓടുകയാണെന്ന് പറഞ്ഞാൽ എത്ര അർത്ഥമാണ്. നമ്മൾ ചെറിയൊരു പ്രതികൂലങ്ങളിൽ നമ്മൾ മൗനമായിരിക്കത്തില്ലേ? നമ്മൾ ശുശ്രൂഷയിൽ നിന്ന് വിട്ടു നിൽക്കത്തില്ലേ? ചെറിയ എന്തെങ്കിലും ഒരു കാല് തട്ടി, ഒരു കാലിൽ ഒരു ചെറിയ മുറിവ്, നഖം ഒന്ന് ഇളകി, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കും. ആ ദൈവം, ഞാൻ ഒത്തിരി ഓടുന്ന ആളാണ്, ദൈവത്തിന് അറിയാം, അങ്ങനെ ഓടിയാൽ ഞാൻ വിശ്രമിക്കത്തില്ല, അതിനുവേണ്ടി കാല് തട്ടി എന്നെ വെറുതെ ഇരുത്തിയാണെന്ന് പറഞ്ഞ് ശുശ്രൂഷ നിർത്തിവെക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെ ഒന്നല്ല, തെളിവുകൾ എത്ര വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണോ? ഈ ഇവിടെ ജയിലിലെ പ്രതികൂല സാഹചര്യം, ഇതെല്ലാം പ്രതികൂലമായിട്ട് താൻ അവിടെ ആ ലേഖനങ്ങളൊക്കെ എഴുതി ദൈവാത്മാവ് തന്റെ ഹൃദയത്തിൽ കൊടുത്തത് ആ പ്രതികൂലങ്ങൾ. ആവശ്യത്തിന് വെളിച്ചമില്ല, കുത്തിയിരിക്കാനൊരു സ്ഥലമില്ല, വെച്ചെഴുതാനൊരു സ്ഥലമില്ല, പേനയില്ല, പേപ്പറില്ല, സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ പ്രതികൂലങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടാൽ, എത്ര അധ്വാനിച്ചാലും അത് സാധിക്കുന്ന കാര്യമാണ്. നോക്കുക, തൻ്റെ ആത്മീയ ശുശ്രൂഷ, തൻ്റെ ഓട്ടം എത്ര മനോഹരമാണ്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിലെ സംഭവം നമുക്കറിയാം. സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ച് ആ പുറം വസ്ത്രം പറിച്ചുരിഞ്ഞ് അവരെ പ്രത്യേക അടിക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലിപ്പിട്ട് കിടത്തി, അടിക്കാരെ കൊണ്ട് അടിപ്പിച്ച് ദേഹം മുഴുവൻ മുറിവ് ഏൽപ്പിച്ച് അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കൊണ്ടുവന്ന് കാല് ആമത്തിലും കൈ ചങ്ങലയിലുമാക്കി കാരാഗ്രഹത്തിന്റെ വാതിലടച്ച് ഉള്ളറയിലിട്ട് കിടക്കുമ്പോൾ അവിടെയും വെറുതെ കിടക്കുമല്ല, രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന, പിന്നെ പാടുന്ന പൗലോസിനെ ശീലാസിനെ നമ്മൾ കാണുന്നത്. പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമ്മൾ ചിന്തിക്കണം. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും, എങ്ങനെങ്കിലും ഇവിടുന്ന് വിടണമേ, എങ്ങനെങ്കിലും ഈ ചങ്ങല അഴിയണമേ, എങ്ങനെങ്കിലും പുറത്തു പോകണമേ എന്നുള്ള ചിന്തയെ നമ്മുടെ മനസ്സിൽ വരും. അതും പ്രാർത്ഥിച്ചു കാണും. അത് പ്രാർത്ഥിച്ചില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനല്ല പ്രാധാന്യം എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള കാര്യം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. കാര്യം വാതിൽ തുറന്നിട്ട് ചങ്ങല അഴിഞ്ഞു വീണിട്ട് അവർ ഓടിപ്പോയില്ലല്ലോ. അവർ ഓടിപ്പോയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതല്ല അവർക്ക് വിഷയം. അവർ പ്രാർത്ഥിച്ചത്, അവർ അന്ന് പകൽ ചെയ്ത ശുശ്രൂഷകളാൽ വചനം കേട്ടവരുടെ ഹൃദയത്തോട് അത് സ്പർശിക്കപ്പെടണം, അവർ രക്ഷിക്കപ്പെടണം, അവർ മാനസാന്തരപ്പെടണം, അവർ ഉറച്ചു നിൽക്കണം. അവരും പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവർ മടങ്ങിപ്പോൻ ഇടയാകരുത്. ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ ആത്മീയമായ ദൈവമക്കളുടെ വളർച്ച, അതാണ് അവർ പ്രാർത്ഥിച്ചത്. നമ്മളൊരു പക്ഷേല് ചിന്തിച്ചു പോകാം, അവർ പ്രാർത്ഥിച്ചത് എങ്ങനെങ്കിലും ഈ
ജയിലിൽ നിന്ന് അങ്ങ് വിടണമെന്ന്. അതും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചു കാണും, അതിന് സംശയമൊന്നുമില്ല. അത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ അതല്ല പ്രധാനം. താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാക്കൾ രക്ഷിക്കപ്പെടാനും രക്ഷിക്കപ്പെട്ടവർ വളരാനും സഭയുടെ അനുഗ്രഹത്തിന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എല്ലാ സഭകളെ കുറിച്ചുള്ള ഭാരം എനിക്കുണ്ട്, തീഷ്ണതയായിട്ട് ഉണ്ട്. ഓരോ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, ഓരോ സഭകളിലെ പ്രശ്നങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, അത് പരിഹരിക്കപ്പെടണം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ദൈവമക്കളെ, ജയിലിൽ കിടന്നുകൊണ്ട് ഓടുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ, അതായത് സകല പ്രതികൂലങ്ങളിൽ, നമ്മളൊരു കുഞ്ഞു പ്രതികൂലങ്ങളിൽ സകല പ്രവൃത്തികൾ, ഒരു മഴക്കോള് കണ്ടാൽ പ്രവൃത്തി മാറ്റിവെക്കുന്നവരല്ലേ? ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകണം, ഒരു മഴക്കോള് കണ്ടാൽ മഴക്കോള് തോന്നിയാ മതി, പെയ്തെങ്കിലോ എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്നവരല്ലേ? നമ്മൾ ക്രിസ്തീയ ഓട്ടം ഓടുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ഇത് നമ്മൾ നഷ്ടമാക്കി കളയുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. അത് മാത്രമാണോ? അവിടെ കാരാഗ്രഹത്തിലെ ഭൂകമ്പം ഉണ്ടായി. പിന്നീട് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, ചങ്ങല അഴിഞ്ഞു വീണു, കാലിലെ ആമൊക്കെ പോയി. ഇപ്പൊ നിവർത്തിയ കാരാഗ്രഹമാണ്, ഉറങ്ങുമായിരുന്നു. ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ട് നിലവിളിക്കാണ്, യജമാനന്മാരെ എന്ന് രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറയുന്ന മറുപടിയൊക്കെ എത്ര മനോഹരമാണ്, ഓർമ്മയുണ്ടല്ലോ. പറയുന്ന എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ ആരും ഇവിടുന്ന് ഓടിപ്പോയിട്ടല്ലേ, ഞങ്ങൾ അങ്ങനെ ഓടിപ്പോകുന്നവരല്ല, ഞങ്ങൾ അങ്ങനെ